constitutional duty is there. Why this question should be asked? There is no doubt about that. നിങ്ങൾ കണ്ടില്ലേ, ഗവർണർ രണ്ടും കൽപ്പിച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അദ്ദേഹം പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഭരണഘടനാപരമായിട്ടുള്ള സകല കാര്യങ്ങളും ചെയ്ത് തന്നെ മുന്നോട്ട് പോകുമെന്ന്. ഇദ്ദേഹത്തിൻ്റെ ഓരോ നീക്കത്തിലും നമ്മുടെ കേരളത്തിലെ സകല കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരും വിരളി പിടിച്ചിരിക്കുകയാണ്. അതിൽ വിരളി പിടിച്ച് അങ്ങേയറ്റത്തെത്തിയിട്ടുള്ള എം മണി പറയുന്നത് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. ഗവർണർ പദവി പണ്ടാം ചാടി കൊടുത്തു വിവരമില്ലാത്തവന്. ഇവിടെ വന്നിരുന്ന് നമ്മുടെ മുഖത്ത് പഠിക്കുക. ഇതേ നിയമസഭ പാസ്സാക്കുന്ന ബില്ല് നിങ്ങളെല്ലാം കൂടെ തെരഞ്ഞെടുത്ത് അയച്ചതല്ലേ ജനപ്രതിനിധികളെ? അവർ പാസ്സാക്കിയതാ നിയമം. അത് ഒപ്പിടുകയല്ലാത്ത നാരിയെ നിങ്ങൾ വിളിച്ച കച്ചവടക്കാർ കൊണ്ടുകൊണ്ട് പുളിശ്ശേരി വെച്ച് സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ ശുദ്ധ മര്യാദകേടാണെന്നാണ് എൻ്റെ അഭിപ്രായം. ഇത് ശരിയല്ല. ഈ നാടിയെ പേരാൻ നിങ്ങൾ പോകേണ്ട കാര്യമൊന്നുമുള്ളതല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. എന്നാണ് നിങ്ങൾ കേട്ടില്ലേ, നാറി എന്നൊക്കെ വിളിക്കുന്നത് ആരെയാണ്? കേരളത്തിൻ്റെ ഭരണഘടനാപരമായിട്ടുള്ളൊരു തലവനെയാണ്. അതും ഒരു MLA സ്ഥാനത്തുള്ളൊരു വ്യക്തിയാണ് ഇതുപോലെ നെറികേടുകൾ വിളിച്ചു പറയുന്നത്. എന്തുകൊണ്ടാണ് തോന്നിയതുപോലെ ഈ വ്യക്തിയൊക്കെ ഇതുപോലെ വിളിച്ചു പറയുന്നത് എന്നതിൻ്റെ ഒരൊറ്റ ഉത്തരം എന്ന് പറയുന്നത് കേരളത്തിലെ അന്തംകമ്മികൾ തന്നെയാണ്. എന്ത് തോന്നിവാസം വിളിച്ചു പറഞ്ഞാലും അതിനെ BGM ഒക്കെ ഇട്ടിട്ട് വാവ് എന്ന് പറഞ്ഞുകൊണ്ട് സപ്പോർട്ട് ചെയ്യാൻ കേരളത്തിൽ ഒരുപാട് അന്തംകമ്മികളുണ്ടല്ലോ. ആ അന്തംകമ്മികളൊക്കെ തന്നെയാണ് നമ്മുടെ കേരളത്തിൻ്റെ ശാപം എന്ന് പറയുന്നത്. അല്ലാതെ ഇതുപോലെ തെറി വിളിക്കുന്ന ഒരാളെ ബോധമുള്ള ആരെങ്കിലും പിന്തുണക്കുമോ? എന്തിനാ ഇതുപോലെ തെറിയൊക്കെ വിളിച്ച് രംഗത്ത് വന്നിട്ടുള്ളത്? നമ്മുടെ കേരളത്തിലെ ഇടതനും വലതനും കൂടി ഉണ്ടാക്കിയിട്ടുള്ള അവർക്ക് കട്ടുമുടിച്ച് മുന്നോട്ട് പോകാനുള്ളൊരു നിയമ ഭേദഗതി ബില്ല് നിയമസഭയിൽ അവർ ഒരുമിച്ച് പാസ്സാക്കി. ഇനി അതിനൊന്ന് ഒപ്പിട്ട് പ്രാബല്യത്തിൽ വരുത്താൻ ഗവർണർ സമ്മതിക്കാത്തത് കൊണ്ടാണ് ഇമ്മാതിരി തെറിയൊക്കെ വിളിച്ച് രംഗത്ത് വന്നിട്ടുള്ളത്. ഇടുക്കിയിലെ വ്യാപാര ഏകോപന സമിതി ഇവരെ ഗവർണറെ ഒരു പ്രോഗ്രാമിന് വിളിച്ചിട്ടുണ്ട് ഈ വരുന്ന 9-ാം തീയതി. അന്ന് അവിടേക്ക് വരാതിരിക്കാൻ LDF ഒരു ഹർത്താൽ അങ്ങ് പ്രഖ്യാപിച്ച്. ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടാവുമോ ഒരു ഭരിക്കുന്ന പാർട്ടിയുടെ ഭരിക്കുന്ന സ്റ്റേറ്റിൽ അവരുടെ ഒരു ജില്ല എന്ത് ചെയ്തിരിക്കുക? ഹർത്താൽ നടത്തുക. ഭരണം നടത്തുന്നത് അവർ, ഹർത്താൽ നടത്തുന്നത് അവർ. ഈ ഗതികേട് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉണ്ടാവൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്ത് തന്നെയായാലും കമ്മിക്കുട്ടികൾ ആവേശത്തോടെ വിളിച്ചു പറഞ്ഞ് കാലുകുത്തിക്കില്ല എന്നൊന്നും പറയാൻ നിന്നിട്ടില്ല. കാരണം കാലുകുത്തിക്കില്ല എന്ന് പറഞ്ഞിട്ട് ആ സ്ഥലത്ത് വന്ന് കിടന്നുറങ്ങി എഴുന്നേറ്റ് വന്നൊരു മനുഷ്യനാണല്ലോ. അതുകൊണ്ട് അമ്മാതിരി വീമ്പത്തരമൊന്നും ഏതായാലും എം മണി വിളിച്ചു പറഞ്ഞിട്ടില്ല. പകരം ഇടുക്കിയിലങ്ങ് ഹർത്താൽ നടത്താനുള്ള തീരുമാനമാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. കേരളത്തിലെ പൊതുസമൂഹം ഒന്നടങ്കം മനസ്സിലാക്കിയിട്ടുണ്ട്. വരുന്ന 9-ാം തീയതി ഇടുക്കിയിൽ വരികയും പ്രോഗ്രാമിന് പങ്കെടുക്കുകയും അദ്ദേഹം കൃത്യമായിട്ട് എം മണിക്ക് മറുപടി കൊടുക്കുക തന്നെ ചെയ്യുമെന്നുള്ളതൊക്കെ തന്നെ. പക്ഷേ ഈ ഒരു എം മണിക്ക് കിട്ടേണ്ട ഒരു മറുപടി ഉണ്ടല്ലോ, അത് കേരളത്തിലെ ഒന്നടങ്കം സുബോധമുള്ള സകല ആളുകളും പ്രതീക്ഷിക്കുന്നുണ്ട്. ഗവർണർ അവരുടെ ഹിന്ദി ഭാഷയിലൊന്നും എന്തെങ്കിലും നല്ല രീതിക്ക് കിട്ടാതിരിക്കട്ടെ എന്ന് നമുക്കും പ്രതീക്ഷിക്കാം. അങ്ങനെ എന്തെങ്കിലും ഗവർണർ പറഞ്ഞാൽ എം മണിക്കൊന്നും താങ്ങില്ല. അതവിടെ നിൽക്കട്ടെ. എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും എം മണിയുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഉത്തർപ്രദേശിൽ നിന്ന് വന്നിട്ടുള്ള ഇവനൊക്കെ ആരാ എന്നുള്ള രീതിയിലാണല്ലോ പ്രസംഗിച്ചിട്ടുള്ളത്. അങ്ങ് ഉത്തർപ്രദേശിൽ നിന്ന് അലിഗഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എം മണിയേക്കാൾ വലിയ ആളുകളെ കണ്ട് അവരോടൊക്കെ പയറ്റി തെളിഞ്ഞ് മികവ് കാണിച്ചത് കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ കേരളത്തിൻ്റെ ഗവർണറൊക്കെ ആക്കിയിട്ട് അങ്ങ് കേന്ദ്ര സർക്കാർ നിയമിച്ചിട്ടുള്ളത്. അതുകൊണ്ട് എം മണിയൊക്കെ വീമ്പത്തരമൊക്കെ ഇവിടെയുള്ള കോൺഗ്രസ് നേതാക്കന്മാരോടൊക്കെ കാണിച്ചാൽ മതി. അല്ലാതെ കേരളത്തിൻ്റെ ചങ്കൂറ്റമുള്ള ഗവർണറോടൊന്നും കാണിക്കാൻ നിൽക്കണ്ട എന്നാണ് ഒരു കേരളത്തിലെ ഒരു പൗരൻ എന്ന നിലക്ക് ഈ എം മണിയോടൊക്കെ പറയാനുള്ളത്. എം മണി കാത്തിരുന്നോളൂ. വരുന്ന 9-ാം തീയതി നിങ്ങളുടെ തട്ടകമായിട്ടുള്ള ഇടുക്കിയിൽ വരികയും ചെയ്യും. ഇടുക്കിയിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മറുപടിയും കിട്ടും.